സുരേഷ് ഗോപി ചിത്രത്തിന്റെ പേര് മാറ്റണമെന്ന് ആവർത്തിച്ച് കേന്ദ്ര സെൻസർ ബോർഡ്. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രത്തിന്റെ പേരിലാണ് മാറ്റം നിർദ്ദേശിച്ചത്. ജാനകി എന്ന പേര് മാറ്റണമെന്ന് റിവ്യൂ കമ്മിറ്റി ചിത്രം വീണ്ടും കണ്ട ശേഷവും നിർദ്ദേശിച്ചുവെന്ന് സംവിധായകൻ പ്രവീൺ നാരായണൻ ഫേസ്ബുക്കിൽ കുറിച്ചു. കൂടുതൽ വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നു. നവമി, ഇന്നലെ വരെ ഈ അണിയറ പ്രവർത്തകർ ഉൾപ്പെടെ പറഞ്ഞത് അവർക്ക് ഔദ്യോഗികമായി ഈ പേരുമാറ്റം സംബന്ധിച്ച് യാതൊരു അറിയിപ്പും ലഭിച്ചിട്ടില്ല എന്നതാണ്. കോടതി ചിത്രം കണ്ടിട്ട് നിലപാട് അറിയിക്കുക എന്ന ഒരു നിർദ്ദേശമായിരുന്നു കൊടുത്തിരുന്നത്. ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ എന്താണ് സംവിധായകൻ പറയുന്നത്? രേണുക, എന്തായാലും ജാനകിക്ക് വെട്ടുകിട്ടുമെന്ന് ഏകദേശം ഉറപ്പായിരിക്കുന്നു. ഇന്ന് രാവിലെ നടന്ന റിവ്യൂ കമ്മിറ്റി ഈ ചിത്രം കണ്ടു. അതിനുശേഷം നേരത്തെ പറഞ്ഞ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. സിനിമയിൽ ജാനകി എന്ന പേര് മാറ്റണം, അതിന്റെ സിനിമയുടെ പേരും അതോടൊപ്പം ഈ കഥാപാത്രത്തിന്റെ പേരും മാറ്റണം എന്ന ഉറച്ച നിലപാട് തന്നെയാണ് ഈ സെൻസർ ബോർഡിനുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ തന്നെ ഒരു റിട്ടൺ ഡോക്യുമെന്റ് ആയി തന്നെ ഇപ്പോൾ അതിന്റെ അണിയറ പ്രവർത്തകർക്ക് കൈമാറും. അതിനുശേഷം കോടതിയെയും അവരുടെ നിലപാട് അറിയിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഹൈന്ദവ ദൈവമായ സീതയുടെ പേരാണ് മറ്റൊരു പേരാണ് ജാനകി. അത് ഈ ചിത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് വളരെ മോശമായിട്ടുള്ള രീതിയിലായിരിക്കും പൊതുസമൂഹത്തിലെത്തുക, അല്ലെങ്കിൽ ദൈവത്തിനെ അപമാനിക്കുന്നതിന് തുല്യമായിട്ടായിരിക്കും എന്നൊരു വിശദീകരണമാണ് ഇപ്പോൾ ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പക്ഷേ അണിയറ പ്രവർത്തകരെ സംബന്ധിച്ച് ഏറെ വിഷമത്തിന്റെ ഒരു സമയം കൂടിയാണ്. നമ്മൾ അവരുമായി ബന്ധപ്പെടുമ്പോൾ ഈ സിനിമയ്ക്ക് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചത് ഏറെ ദുഃഖമുണ്ട്. വളരെ കഷ്ടപ്പെട്ടാണ് ഈ സംവിധായകൻ ഈ സിനിമ. നവമി, എന്താണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൂടുതൽ വ്യക്തമാക്കുന്നത്? ചിത്രത്തിന്റെ ടൈറ്റിൽ മാറ്റണം എന്നതാണോ? നേരത്തെ ഉയർന്ന ആവശ്യം എന്ന് പറയുന്നത് ഈ കേന്ദ്ര കഥാപാത്രത്തിന്റെ പേര് തന്നെ മാറ്റണമെന്ന നിർദ്ദേശം ലഭിക്കുന്നു, അങ്ങനെയുള്ള ഭീഷണി ലഭിക്കുന്നു എന്നതായിരുന്നു നേരത്തെ സൂചിപ്പിച്ചിരുന്നത്. അത്തരമൊരു നിർദ്ദേശം തന്നെയാണ് ഇപ്പോൾ ഔദ്യോഗികമായി അവരോട് ആവശ്യപ്പെടുന്നത് സെൻസർ ബോർഡ്? അങ്ങനെ തന്നെയാണ് രേണുക. ജാനകി എന്ന പേര് മാറ്റണം എന്ന നിർദ്ദേശമാണ്. അതിൽ ജാനകി എന്നത് തലക്കെട്ട് മാത്രമല്ല, ഈ സിനിമയിലെ കഥാപാത്രത്തിന്റെ പേര് കൂടിയാണ്. അത് 96 ഇടങ്ങളിലാണ് സിനിമയ്ക്കുള്ളിൽ പറയുന്നത്. ആ പേര് മുഴുവനും മാറ്റണം എന്ന കർശന നിർദ്ദേശം തന്നെയാണ് സെൻസർ ബോർഡ് നൽകിയിരിക്കുന്നത്. അത് മാറ്റാതെ ഇതിനുള്ളൊരു അനുമതി നൽകില്ല എന്ന ഉറച്ച തീരുമാനത്തിലാണ് സെൻസർ ബോർഡ്. എന്തായാലും അണിയറ പ്രവർത്തകർ ഏറെ വിഷമത്തിലാണ്. ഇനി അടുത്ത നടപടിയുമായി കോടതിയെ സമീപിക്കുക എന്നതല്ലാതെ മറ്റ് വഴികളൊന്നും തന്നെ ഇതിന്റെ അണിയറ പ്രവർത്തകരുടെ മുന്നിലില്ല. എന്തായാലും സുരേഷ് ഗോപി അടക്കം ഈ വിഷയത്തിൽ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണം നൽകിയിട്ടില്ല എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. ഇപ്പോൾ ഇന്ന് ചിത്രത്തിന്റെ നിർമ്മാതാവും സംവിധായകനും മുംബൈയിൽ എത്തിയിരുന്നു. അവരും ഈ സിനിമയ്ക്കൊപ്പം സിനിമ അവിടെ വെച്ച് കണ്ടിരുന്നു. ആ കണ്ടതിന് ശേഷം നടന്ന ചർച്ചയിലാണ് ഈ പേര് മാറ്റണമെന്ന തീരുമാനം വീണ്ടും അവർ പറയുകയും ഇത് ഔദ്യോഗികമായി തന്നെ സിനിമയുടെ. ഒരു കാര്യം കൂടി നവമി, ഇവിടം ഭരിക്കുന്നത് താലിബാൻ അല്ല, അങ്ങേയറ്റം അപലപനീയമാണ് ഈ നീക്കം എന്നതൊക്കെ ഇന്നലെ സംവിധായകൻ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. അതിന് കീഴടങ്ങില്ല എന്നൊരു സന്ദേശമായിരുന്നു ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ നൽകിയിരുന്നത്. ഇപ്പോഴവരുടെ നിലപാട് എന്താണ്? നിയമ പോരാട്ടം തുടരാനുള്ള നീക്കമാണോ അവർ നടത്തുന്നത്? രേണുക, നമ്മളിതിന്റെ സംവിധായകൻ പ്രവീൺ നാരായണനുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം വളരെ വൈകാരികമായാണ് പ്രതികരിച്ചത്. അദ്ദേഹത്തിന് ഏറെ വിഷമമുണ്ട്. ഒരുപാട് വർഷത്തെ അദ്ദേഹത്തിന്റെ അധ്വാനമാണ് ഈ സിനിമയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഈ സിനിമ തിയേറ്ററുകളിൽ എത്തുന്നത് വരെ വലിയ കഷ്ടപ്പാടുകൾ അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ സുരേഷ് ഗോപിയെ പോലുള്ള ഒരു കേന്ദ്രമന്ത്രി, അത്രയും തിരക്കുള്ള ഒരു വ്യക്തിയെ ഈ സിനിമയിൽ അഭിനയിപ്പിക്കുക, അതിന്റെ ഡബ്ബിങ്ങിന് വേണ്ടി എത്തിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഒപ്പം വലിയ പ്രതിസന്ധികളും ഈ സിനിമയുടെ ചിത്രീകരണ വേളയിലൊക്കെ നടത്തിയിരുന്നു. അതിന് ഏറ്റവും ഒടുവിൽ ഈ സിനിമ റിലീസിന് എത്തുമ്പോൾ തന്നെ ഇത്രയും വലിയൊരു പ്രതിസന്ധി അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്, ഏറെ വിഷമിപ്പിക്കുന്നത് തന്നെയാണ്. പക്ഷേ സിനിമയിൽ അഭിനയിച്ച ഒരാൾ പോലും ഈ സിനിമയ്ക്ക് വേണ്ടി പിന്തുണ നൽകുന്നില്ല എന്ന് പരോക്ഷമായി കൂടി അദ്ദേഹം വിമർശിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഫേസ്ബുക്കിലൂടെ ഒരു താരം പോലും ഈ സിനിമയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു പോസ്റ്റ് ഇടുകയോ അതിനുവേണ്ടി പ്രയത്നിക്കുകയോ ചെയ്തില്ല എന്ന വിമർശനം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ഇനിയെങ്കിലും സുരേഷ് ഗോപിയോ ഇതിൽ ഒരു പ്രതികരണം, ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണം നടത്തുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം അദ്ദേഹമാണ് ഈ സിനിമയുടെ കേന്ദ്ര കഥാപാത്രമായി എത്തുന്നത്. കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള സ്ഥിതിക്ക് അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളതെന്ന് കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. സംവിധായകൻ പറയുന്നത് ഇനി നിർമ്മാതാവ് ആവശ്യപ്പെടുകയാണെങ്കിൽ മാത്രമായിരിക്കും ഇതിലൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുക. പക്ഷെ അങ്ങനെ ഒരു കാര്യം ഇപ്പോൾ അണിയറ പ്രവർത്തകരുടെ മനസ്സിലില്ല. അല്ലെങ്കിൽ നിർമ്മാതാവ് എന്താണോ പറയുന്നത് അതനുസരിച്ചായിരിക്കും താൻ പ്രവർത്തിക്കുക. എങ്കിൽ പോലും ഈ സിനിമയുടെ പേര് മാറ്റുക എന്ന് പറയുന്നത് വലിയ വിഷമിപ്പിക്കുന്നു എന്ന് കൂടി പറയുന്നുണ്ട്.
ശരി, എന്തായാലും JSKക്ക് വെട്ട് വീഴും എന്നത് ഉറപ്പായിരിക്കുന്നു. പേര് മാറ്റണം എന്നത് ഔദ്യോഗികമായി തന്നെ അറിയിക്കുന്നു കേന്ദ്ര സെൻസർ ബോർഡ് എന്നാണ് മനസ്സിലാക്കുന്നത്. സംവിധായകൻ തന്നെയാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്.